റെസിപ്പി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തയ്യാറാക്കിയ ഷാർജ ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മാംഗോ മിൽക്ക് ഷേക്കാണ്. വളരെ രുചികരവും അതുപോലെ പോഷകസമൃദ്ധവുമായ ഒരു മിൽക്ക് ഷേക്കാണ് മാംഗോ മിൽക്ക് ഷേക്ക്. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. പ്രിയൂർ മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പുളിയുള്ള മാമ്പഴം ഇതിനായി ഉപയോഗിക്കരുത്. ഇനി നമുക്കിതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനായി നിങ്ങൾ മാമ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം നോക്കി തിരഞ്ഞെടുക്കുക. 1/2 ലിറ്റർ പാലിന് 500 ഗ്രാം മാമ്പഴം എന്ന തോതിലാണ് എടുക്കേണ്ടത്. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാമ്പഴം ഇതേപോലെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാമ്പഴം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മാമ്പഴം നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം. അതിനായി 3 ഈന്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ സീഡ്സ് ഒന്ന് കളയാം. അടുത്തതായി മധുരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. അതിനായി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്നട്ടാണ്. ഇതിന് 5-6 എണ്ണം കാഷ്നട്ട് മതിയാവും. ഇനി ഇതും നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഏകദേശം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 250 ml ഫ്രീസ് ചെയ്ത പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാസ്ചറൈസ്ഡ് പാലാണ്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള 250 ml പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മിക്സിയിൽ ഇതൊന്നുകൂടി അടിച്ചെടുക്കുക. മാമ്പഴം നന്നായി അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പകുതി പാൽ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മിൽക്ക് ഡേറ്റ്സ് മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കുറച്ച് മാമ്പഴം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 3 ഗ്ലാസ് മാംഗോ ഡേറ്റ് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.